നമസ്കാരം. പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് 20 ജൂലൈ 2025. ഇന്ന് ഞാൻ പറയുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും ജോലി എടുക്കണം, സ്വന്തം നാട്ടിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മരുന്ന് കൊണ്ട് രോഗമില്ലാണ്ട് മരുന്നിട്ട് ആവശ്യങ്ങൾ നടന്നിട്ട് 70-80 കൊല്ലം കണ്ടീഷനായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ 10,000 രൂപയുടെ മുകളിൽ നിങ്ങൾക്ക് പ്രതിമാസം പെൻഷൻ വാങ്ങണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ പുറത്തേക്ക് കൊണ്ടുവരിക, കൈ പൊതിച്ച് വോട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കറണ്ട് കൊണ്ട് 1 രൂപ കറണ്ടിന് അടക്കാണ്ട് വരും. വലിയ വീട്ടുകാർക്ക് അങ്ങനെയല്ല. അതുപോലെ നിങ്ങളിപ്പോൾ 4 ലക്ഷം രൂപ ടാക്സ്, വീടിൻ്റെ ടാക്സ് അടക്കുന്നവർക്കൊക്കെ 2 പൂജ്യം കുറക്കാനുള്ള ആവശ്യമായ നടപടികളൊക്കെ 5 കൊല്ലം കൊണ്ട് കയറി അന്നെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അന്നൊന്നും സാധിക്കില്ല. അതൊക്കെ ഒരുപാട് പണിയുള്ളതാണ്. അതുപോലെ മുഴുവൻ തൊഴിൽ സ്ഥാപനങ്ങളുടെയും ഫയൽ പുനഃപരിശോധിക്കും എന്ന് മാത്രമല്ല, അതിന് പറ്റില്ല എന്ന് പറഞ്ഞോ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവനോടെ ഉണ്ടാവില്ല. കാരണം അവന് 1 രൂപ ഇവൻ്റെ പേരിൽ മുന്നേ ശമ്പളം കൊടുത്തിട്ടുണ്ടാവില്ല. അത്തരത്തിൽ പണിയെടുക്കും. കാരണം എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരെണ്ണത്തിൻ്റെയും വോട്ട് വേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പൊതുജനം അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്, ഇവിടുത്തെ CPM കൊണ്ടും ലീഗിനെ കൊണ്ടും പൊതുജനം വെറുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ജോലിക്ക് ആവശ്യം ഉള്ളവർ ശ്രദ്ധിക്കുക. ജോലി, 10,000 രൂപയുടെ മുകളിൽ പെൻഷൻ, 200 രൂപയുടെ രോഗം മാറുന്ന മരുന്ന്, കറണ്ട് ബില്ല് കുറയ്ക്കുക. അതുപോലെ നിങ്ങളുടെ സർക്കാരിലേക്കുള്ള നികുതി പണം ഇപ്പോഴുള്ളതിന് 2-3 പൂജ്യം കുറക്കാനുള്ള സംവിധാനം. മനസ്സിലായല്ലോ? അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ. ഇത് എൻ്റെ ശമ്പളം ഫുള്ളായിട്ട്, എനിക്ക് സർക്കാരിൻ്റെ ശമ്പളം ഫുള്ളായിട്ട് ഞാൻ എടുക്കും. അതിന് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. പകരം ഞാൻ 1-2 കാര്യങ്ങൾ പൊതുജനത്തിന് ചെയ്യാം. റോട്ടിലിറങ്ങി നിങ്ങളുടെ ഇടയിൽ ഭരണം നടത്താം. നിങ്ങളുടെ ഇടയിൽ ഈ കയ്യ് തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടാൽ, തെറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പൊതുമുതൽ ഒരു പൈസ കക്കാൻ എൻ്റെ ഈ കയ്യിൽ പോരില്ല എന്ന് ഞാൻ ആദ്യം തന്നെ ഉറപ്പ് തരാം. ഒരു സാധനം കക്കില്ല. എൻ്റെ NIA അക്കൗണ്ടിൽ ഏകദേശം 16 കോടി രൂപ മാറിയെടുക്കാനുള്ള സംവിധാനമുണ്ട്. മനസ്സിലായില്ല? അത്രയും കൈകാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഇവിടുത്തെ കണക്ക്, ഗൾഫിൻ്റെ വേറെയുണ്ട്. ഇത് മുൻകാലത്തുള്ളതാണ്, അതായത് 2000-ൻ്റെ മുമ്പുള്ളത്. മനസ്സിലായില്ലേ? അതിന് നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങളിൽ നിങ്ങളുടെ റോഡുകളൊക്കെ ഒരുവിധമൊക്കെ, അതായത് ഒരു ദിവസം കൊണ്ട് എല്ലാം കൂടി ഉണ്ടാക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്നിരുന്നാലും ഇപ്പോൾ ഒരു വണ്ടി ഒരു റോഡിൽ കൂടെ പോയാൽ മറ്റേ വണ്ടി തട്ടിൻ്റെ മുകളിൽ കൂടെ വേണം പോകാൻ. അതിൽ നിന്നൊക്കെ മാറ്റം വരുത്താൻ കഴിയുമോ നോക്കാം. അതുപോലെ നിങ്ങളുടെ കുട്ടികൾക്ക്, ഇവിടുത്തെ എല്ലാവർക്കും 100% ജോലിക്കുള്ള സംവിധാനം ഒരുക്കും. 5 കൊല്ലം കൊണ്ടത് മുഴുവനാവില്ല കേട്ടോ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. 5 കൊല്ലം കൊണ്ട് മുഴുവനാവില്ല. അതുപോലെ ഇവിടുത്തെ മാതൃഭൂമി, ചന്ദ്രിക, മനോരമ, ഈ പത്രങ്ങൾ ഇന്ന് വരെ സത്യം എഴുതിയിട്ടില്ല. അവരെ കൊണ്ട് ഒരു വാർത്തയെങ്കിലും സത്യം എഴുതിപ്പിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ഗൗരവമായി ചിന്തിക്കുക. ഇവർ സാധാരണഗതിയിൽ പല നാടുകളിലും ബോംബ് വെച്ച്, ഇതിലൊക്കെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, എൻ്റെ മുന്നിൽ അഹിന്ദവരോ എന്നോ മറ്റുള്ളവരോ ഇല്ല. യാസർ അറഫാത്തിൻ്റെ മരണം, രാജീവ് ഗാന്ധിയുടെ മരണം, ഇന്ദിരാഗാന്ധിയുടെ മരണം, സിയാബുലക്കിൻ്റെ മരണം, ഇതെൻ്റെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒരു ചെറുതാണെന്ന് നിങ്ങൾ കരുതരുത്. കാരണം ഇതിൻ്റെയൊക്കെ മറു സൈഡ് കുറേ കാര്യമാണ്. ഒരു മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്നല്ല. ഞാൻ BJPയുടെ കൂട്ടത്തിൽ നരേന്ദ്രമോദിയുടെ കാലിൻ്റെ അടിയിൽ കൂടെയാണ് മുഖ്യമന്ത്രി സ്ഥാനം എന്ന് വിചാരിച്ചാൽ ഈ നാട്ടിൽ നിങ്ങൾക്ക് അപകടം വരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തരാം. അതേ സ്ഥാനത്ത് BJPക്കാർ പറയുന്ന ഒരുവിധമൊക്കെ എനിക്ക് അനുസരിക്കേണ്ടി വരും. അത് കൂടാണ്ടൊന്നും കഴിയില്ല. അനുസരിക്കുകയും ചെയ്യും, അനുസരിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയമില്ല. അതായത് നിങ്ങൾ പറയുന്നില്ലേ, ശശികല ടീച്ചർ, അതുപോലെ മറ്റുള്ളവരെന്നൊക്കെ പറയുന്നില്ലേ, അവർ പറയണത് ഗൗരവമായിട്ട് അത് പരിശോധിക്കും. ഒരു തവണ നിങ്ങൾക്ക് മാപ്പപേക്ഷിക്കാം, അത് കൃത്യമായിട്ട് നടക്കും. അതുപോലെ തന്നെ കരുതി കൂട്ടിയിട്ട് കുറ്റം ചെയ്യുന്നവരെ നിങ്ങൾക്കറിയാമല്ലോ. അത് ഞാൻ മുന്നേ പറഞ്ഞതിലൊന്നും മാറ്റമൊന്നും വരുത്തില്ല. മാറ്റം വരുത്താനതിൽ ഉദ്ദേശിക്കുന്നില്ല. കരുതി കൂട്ടി ചെയ്യുന്നവരെ. അപ്പോൾ ഇതിനെന്താ നിങ്ങൾക്ക് മനസ്സിലായത്? കരുതി കൂട്ടി നിങ്ങൾ കുറ്റം ചെയ്യാതിരിക്കുക. മനസ്സിലായില്ലേ? പിന്നെ ലോക്കൽ കേസുകളുടെ കാര്യം, അത്
ഒരു 3 മാസത്തേക്ക് 6 മാസത്തേക്കും ഒരു സാധാരണക്കാരന് നിലവിലുള്ളൊരു നിയമമാണ്. അത് നിങ്ങളെ കൊടുക്കാനോ കൊല്ലാനോ അല്ലെങ്കിൽ വിദ്വേഷം വെച്ചതൊന്നുമല്ല. നിങ്ങൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് അതിൽ വരും. മനസ്സിലായില്ലേ? അല്ലയോ, കുറ്റക്കാരനാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളെ ഒരാളെ കുറ്റവാളിയാക്കലല്ല എൻ്റെ ആഗ്രഹം. അഥവാ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് തീർക്കണം. പറഞ്ഞിട്ട് തീർക്കാമെന്ന് പറഞ്ഞാൽ വല്ലവരും നഷ്ടമൊക്കെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മര്യാദക്ക് കൊടുക്കുകയാണെന്ന് വിചാരിച്ച് പകുതി കൊടുത്താൽ മതി. നല്ല രീതിയിൽ കൊടുക്കാച്ചാൽ ഒരു പകുതി. നേരെ മറിച്ച് അത് കേസിൽ വന്നാൽ ഈ പണി നടക്കില്ല. മനസ്സിലായില്ലേ? അത് എല്ലാ മേഖലയിലേക്കും അത് വരും. എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് നിസാര ഫയലും അനുസരിക്കും. ഇപ്പോൾ നിരവധി പോലീസുകാരുണ്ട് ഒരുപാട് കലാപങ്ങളിൽ പങ്കെടുത്തിട്ട് അവർക്ക് ശമ്പളവും പെൻഷനും ഇല്ലാണ്ട് കിടക്കുന്ന ഒരുപാട് ഫയലുണ്ട്. മനസ്സിലായില്ലേ? അത് വൈരാഗ്യം തീർത്തതാണ്. അതുകൊണ്ട് ആ ഫയലുകളൊക്കെ വെളിച്ചത്തേക്ക് വരും. അത്തരം ഫയലുകളൊക്കെ പഴയ കാലം പോലെ തൊട്ടിട്ട് ഞാനതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇത്തവണ അതുണ്ടാവും. അവർ ഏത് കാലത്താണോ സംഭവിച്ചത്, അവരെ കുടുംബങ്ങൾ ആരാണോ അതതിന് വെളിച്ചം കണ്ടിരും. അതുപോലെ രോഗം മാറേണ്ട മരുന്ന് അവർ തൽക്കാലം ഒന്ന് സെറ്റപ്പാക്കിയിട്ട് മേശപ്പുറത്ത് വെക്കും. മേശപ്പുറത്ത് പറഞ്ഞാലും വെട്ടി വെക്കുന്നു എന്നല്ല പറഞ്ഞു. ആ ഫയൽ മേശപ്പുറത്ത് വെക്കണമെങ്കിൽ ഈ ആൾ നേരെ നടന്നു പോകണം. മനസ്സിലായില്ലേ? ഈ ആൾ നേരെ നടന്നു പോകണം. അവിടുന്ന് അങ്ങോട്ടുള്ളതൊന്നും എൻ്റെ അല്ല. അവിടുന്ന് അങ്ങോട്ട് അയാൾക്ക് പിന്നെ മറ്റേ എന്ത് ചെയ്താലും അത് എൻ്റെ പരിധിയിലല്ല. ഇത്തരത്തിലൊരു സംവിധാനം ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ നാട്ടിൽ വയസ്സായ 55 വയസ്സിൻ്റെ മുകളിൽ ഫാമിലി ആയിട്ട് ഭാര്യയും ഭർത്താവും ഉള്ളവർക്ക് 10,000 രൂപയുടെ മുകളിൽ പെൻഷൻ വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ, അതുപോലെ ഈ നാട്ടിൽ കറണ്ട് ബില്ല് കുറയാനും അതുപോലെ പഞ്ചായത്തിലേക്ക് കൊടുക്കുന്ന ടാക്സ് കുറക്കാനും ആവശ്യമായെന്നാണ്. കുറക്കാൻ അല്ലാണ്ട് ഇല്ലാണ്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടല്ലേ ഇവിടെ പലതും ചെയ്യുന്നത്. അത് മുഴുവൻ നടക്കില്ല. പക്ഷേ ഇതിന് ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഞാനിതിന് ഓപ്പോസിറ്റ് ഒരു സാധനം വേണമല്ലോ. അത് തൊഴിൽ സ്ഥാപനങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ GST പിടിച്ചതിലേക്ക് വരവെക്കുക എന്നതാണ്. അതാണ് ഞാൻ ചെയ്യുക. മനസ്സിലായില്ല? അല്ലാണ്ട് ഈ സാധനം ഒന്ന് എടുത്ത് വെക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് നടക്കില്ല എന്ന് അറിയാമല്ലോ. അപ്പോൾ ഇത് പിന്നെ അതിന് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മറു സൈഡിൽ ഇതിന് ഓപ്പോസിറ്റ് കാണിക്കണം. ആ ഓപ്പോസിറ്റ് നിങ്ങൾക്കും എനിക്കും ബോധ്യപ്പെടണം. മനസ്സിലായില്ലേ? എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് പലതരം തൊഴിലിൻ്റെ കമ്പനി കൊടുത്താൽ ഈ പ്രശ്നം തീരുമെന്ന് എനിക്കറിയാം. മനസ്സിലായില്ലേ? അതിന് എല്ലാ സൗകര്യവും എന്ന് വെച്ചാൽ വേസ്റ്റ് ടാങ്ക് പഞ്ചായത്തിൽ നിന്ന് ഫ്രീ ഉണ്ടാക്കി തരില്ല, ഉണ്ടാക്കും. അതിൻ്റെ മുതലും ചെറിയൊരു പലിശയും നിങ്ങൾ അടക്കണം. ചെറുതേ വരുള്ളൂ, ബാങ്ക് പലിശ വരില്ല, ചെറിയ പലിശയെ വരും. അത് കൂടാണ്ട് കഴിയില്ല, നമ്മുടെ നിയമമായിപ്പോയി. അതുകൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യം, ഇന്ത്യൻ ഭരണഘടന എനിക്കൊരു ദിവസം കൊണ്ട് പെയിൻ്റ് അടിക്കാൻ പറ്റിയതല്ല. എൻ്റെ തലമുറയായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഒരു ലോൺ എടുത്ത് നിങ്ങൾ 4-5 കൊല്ലം കൊണ്ട് നിങ്ങളെ ജപ്തി ചെയ്തിട്ട് പുറത്തേക്കാക്കില്ല. അവിടെ ഞാൻ നിയമം ഉണ്ടാക്കി ശരിയാക്കാൻ. പഴയ നിയമമാണ്, അത് പുതിയതൊന്നുമല്ല, എന്നാലും ആക്കാം. അതുപോലെ നിങ്ങളുടെ ബാങ്കിൽ പൈസ നിങ്ങൾ ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ പൈസ അയാൾക്ക് കിട്ടും നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അത് നിങ്ങളെ പറ്റിച്ചിട്ട് ആരുടെങ്കിലും അക്കൗണ്ടിൽ പൈസ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പരാതി കൃത്യമായിട്ടുണ്ടെങ്കിൽ അതിന് മണിക്കൂർ കൊണ്ട് ഇവിടുത്തെ പോലീസും റിസർവ് ബാങ്കും അക്കാര്യത്തിന് ഒരു തീരുമാനമുണ്ടാകും. അത് ഞാൻ ഇതുവരെ ചെയ്തിരുന്ന നടപടികളാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ കഴിയുന്ന അത്ര റേഷനരി വലിയ കുറ്റമറ്റമില്ലാണ്ട് ആക്കാൻ ചെയ്യുന്ന പണികളൊക്കെ ചെയ്യാം. പൊതുജനങ്ങളുടെ ഇടയിൽ ഇറങ്ങുമെന്ന് ഞാൻ ഉറപ്പ് തരാം. സെക്രട്ടേറിയറ്റിൽ AC ഇരുന്നിട്ട് ഞാനോ എൻ്റെ ഫോണോ വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? എന്നാൽ ഇവിടെ മന്ത്രിമാരുടെ ഏത് ചോദ്യത്തിനും അവർക്ക് ന്യായമുള്ള മറുപടി അവർക്ക് തരാം. അതുപോലെ ഏത് കോടതി നടപടികളും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നു, ബുദ്ധിമുട്ട് എല്ലാവർക്കും വരും, കുറ്റം ചെയ്തവർക്കൊക്കെ ബുദ്ധിമുട്ട് വരും, അതിന് എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പകരം നിങ്ങൾ നിരപരാധിയാണ്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തന്നെങ്കിൽ എൻ്റെ ഓഫീസിലത് പറഞ്ഞാൽ അതിന് തൽക്കാലമുള്ള ഫോം വഴി എന്തെങ്കിലും ഒരു ചെറിയ ഫോം വഴി അതിൽ ചെയ്യും. അത് നിങ്ങൾക്ക് ഒരുപാട് രക്ഷയ്ക്ക് ഉള്ളത് തന്നെയാവും എന്ന് ഞാൻ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് പറ്റിയെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ അപേക്ഷ നിങ്ങളെടുക്കണ്ട. എനിക്ക് ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ പാടെ മാനത്തി കൂട്ടാനാണെന്ന് കണക്കാക്കണ്ട. ഞാൻ നല്ലോണം അധ്വാനിച്ച് കയ്യുമ്പോൾ തയമ്പ ഇത് വെച്ച്
എന്തെങ്കിലും സമൂഹത്തിന് ചെയ്യണമെന്ന് മുമ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിലങ്ങാടി ജലവൈദ്യുതി, ഇവിടുത്തെ റോഡുകൾ, ഉൾനാടുകളിലെ ബസ് റൂട്ടുകൾ, എൻ്റെ 5-6 പോസ്റ്റ് ഓഫീസിലുള്ള രജിസ്റ്റർ പോസ്റ്റിന് ഞാനിട്ട ചിലവുകളും നിങ്ങൾ കണക്കൂട്ടിയാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. അത്രയും വലിയ സംഖ്യ ഞാൻ ഇറക്കിയിട്ടുണ്ട് പൊതുജനത്തിന് വേണ്ടിയിട്ട്. ഇവിടെ ലീഗുകാർ എന്നോട് വൈരാഗ്യം തീർക്കുക, അത് അവരുടെ ഒരു വിജിലൻസ് കേസിൽ ഞാൻ ഇടപെടേണ്ടായി. അറിയാണ്ട് ഇടപെട്ടതൊന്നുമല്ല. എൻ്റെ മുന്നിൽ രേഖ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അറിഞ്ഞിട്ട് കുറ്റം ചെയ്താൽ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ. അത് അതിൻ്റെ ശരിയാണ്. അതിൽ എന്ത് നടപടി വന്നാലും ഞാൻ എടുക്കും. പക്ഷേ അത് അതിൻ്റെ നടപടിയായിരിക്കും, അല്ലാണ്ട് അതിന് വിരോധം തീർത്താൽ വിവരം അറിയും. അപ്പോൾ അതിൽ വിവരം തീർത്തത് ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് റാസിയും കരീം ഇവിടുത്തെ മുമ്പത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ലീഗരൊക്കെ കൊടുക്കാൻ കാരണം. വൈരാഗ്യ മനോഭാവം നിങ്ങൾക്ക് നല്ലതല്ല. അത് ഞാൻ ചെയ്യില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. മനസ്സിലായില്ല? എൻ്റെ അവസരത്തിന് നിങ്ങൾ പിന്നെ വരും. ആദ്യത്തെ ഒരു ചാൻസ് നിങ്ങൾക്കുണ്ട്. അത് എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എന്നോട് പറയുന്നത് എന്നെ സഹായിക്കണം, ഞാൻ ഇപ്പോൾ കുടുങ്ങിയിട്ടാണ്, ഇന്ന മാതിരിയാണ്, ഇന്ന മാതിരി ചെയ്യാമെന്ന് നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ടാണ് കാര്യം ചെയ്യും, വളരെ വൃത്തിയായിട്ട്. അതേ സ്ഥാനത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് തോണ്ടിയിട്ട് വേണ്ടാത്തോടത്ത് തോണ്ടിയാൽ നിങ്ങളിതുവരെ എൻ്റെ അടുത്ത് ഒളിച്ച് വെച്ചൊക്കെ ഓർമ്മ ഉണ്ടാവും. ഞാൻ അതെടുത്ത് കളിക്കും. ആ കളിയെന്ന് പറഞ്ഞാൽ അത് പിന്നെ കളിയാവും, അത് 1-ാം നമ്പർ കളിയാവും. അപ്പോൾ ഇത് ബാണിങ് ചെയ്യാനല്ലാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് മനസ്സിലായില്ലേ? നമ്മൾ മരിച്ചു പോകുമ്പോൾ ഞാനൊരു മുറുക്കി പിടിച്ച കയ്യേറ്റ് വന്നിരുന്നു, എന്നിട്ടാണ് വന്നിരുന്നത്. ഇപ്പം നിർത്തി പിടിച്ചിട്ടാണ് ഇപ്പോൾ. ഞാൻ മടക്കി പിടിച്ച ഈ വിരലും കൊണ്ട് എന്നോട് പറയുന്നു, നീ നായിയാണ്, അറാൻ പറഞ്ഞ നായിയാണ്, പട്ടിയാണ്, തെണ്ടിയാണ്, അള്ള കാണുന്നത് കേട്ടോന്ന്. ഇത് നിങ്ങൾ പഠിക്കണം. രാവിലെ പായിന്ന് എണീക്കുമ്പോൾ ഹിദായത്ത് കൊണ്ടാ, ഇൽമിനെ കൊണ്ടാ, അറിവിനെ കൊണ്ടാ, ഈമാനെ കൊണ്ടാ, റഹ്മത്ത് കൊണ്ടാ, ബർക്കത്ത് കൊണ്ടാ എന്ന് പറഞ്ഞിട്ട് പായിന്ന് എണീക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പേരക്കുട്ടികൾക്കും അതാ പഠിപ്പിക്കുന്നത്. അല്ലാതെ നാട്ടുകാരെ പോയി കൊല്ലണം, അവരെ കല്ലെടുത്തറിയണം എന്നൊന്നല്ല. അവർ കുസൃതി ചെയ്താലും ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുമ്പിലൊന്നും മുടക്കും. കാരണം വിവരസാങ്കേതിക വിദ്യ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മളുടെ മക്കൾക്കും പേരമക്കൾക്കാണ്. കഴിയുന്നത് നമ്മൾ പറഞ്ഞവർ നന്നായിക്കൊള്ളുന്നില്ല, പക്ഷെ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അവർക്ക് തിരിച്ചറിവിൻ്റെ ഒരു കാലം വരും. അന്ന് അവർ അതിന് പശ്ചാത്താപമുണ്ടാവും. അസ്സലാമു അലൈക്കും.